കത്തിയെടുത്ത് കുത്തിയിട്ട് രണ്ടാമതും കുത്താൻ നിൽക്കുമ്പോൾ ഞങ്ങൾ മേടിച്ചു. ഫസ്റ്റത്തെ കുത്തിൽ ഇവിടെ ഒരു മുറിയുണ്ട്. ഇന്നലെ തെക്കേപ്പുറത്ത് നടന്ന ഒരു കൊലപാതക ശ്രമം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊരു പരിപാടി തന്നെയായിരുന്നു. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ യുവാവിന് നേരെ കൊലപാതക ശ്രമം. ആലിപ്പറമ്പ് സ്വദേശി ഷഫീഖിനെയാണ് കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചത്. മുൻവൈരാഗ്യമാണ് വധശ്രമത്തിന് കാരണമെന്നാണ് നിഗമനം. ആലിപ്പറമ്പ് തെക്കേപ്പുറം കോടൻകാടൻ വീട്ടിൽ ഹുസൈനിന്റെ മകൻ ഷഫീഖിനെയാണ് അബ്ദുറഹ്മാൻ എന്നയാൾ കുത്തി പരിക്കേൽപ്പിച്ചത്. 2024 ഒരു കേസിന്റെ ഭാഗമായി അബ്ദുറഹ്മാനെതിരെ ഷഫീഖ് സാക്ഷി പറഞ്ഞതിലുണ്ടായ മുൻവൈരാഗ്യമാണ് കൊലപാതക ശ്രമത്തിന് കാരണമെന്നാണ് നിഗമനം. ഷഫീഖിന്റെ വയറിന് താഴെ വലതുഭാഗത്തായാണ് കുത്തേറ്റത്. ഷഫീഖ് തെക്കേപ്പുറത്തെ വീടിനടുത്തുള്ള കടയിൽ ഇരിക്കുമ്പോഴാണ് പ്രതിയായ അബ്ദുറഹ്മാൻ ഷഫീഖിനെ വധിക്കാൻ ശ്രമിച്ചത്. പ്രതി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം കൃത്യം നടപ്പിലാക്കി വിദേശത്തേക്ക് കടന്നുകളഞ്ഞെന്ന് ഷഫീഖ് പറഞ്ഞു. പ്രതിയിൽ നിന്നും തനിക്ക് നിരന്തരമായി വധഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഷഫീഖ് പറയുന്നു. ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളെ ഞാൻ തുണക്കാരന് വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു കേസിൽ ഇടപെടുകയും അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വൈരാഗ്യം വെച്ച് നടക്കുകയാണ്. ഞാനും എൻ്റെ തുണക്കാരും തെക്കേപ്പുറത്ത് നിസ്കാരപ്പള്ളിയുടെ അവിടെ വീട് റൂമിൻ്റെ വരാന്തയിലിരിക്കുന്നു. അതിൽ ഈ പറയുന്ന പുള്ളി പെട്ടെന്ന് കാറ് വന്ന് നിർത്തിയിട്ട് അതിന് ടർക്കിയിൽ പൊതിഞ്ഞിട്ട് ആയുധം ഉണ്ടായിരുന്നു. ആദ്യം വന്നിട്ട് വലത്തെ കയ്യോട്ടിൻ്റെ ചെവി അടക്കി തച്ചു. പിന്നെ കത്തിയെടുത്ത് കുത്തിയിട്ട് രണ്ടാമതും കുത്താൻ നിൽക്കുമ്പോൾ ഞങ്ങൾ മേടിച്ചു. ഫസ്റ്റത്തെ കുത്തിൽ ഇവിടെ ഒരു മുറിയുണ്ട്, വയറിൻ്റെ അവിടെ വലത്തെ ഭാഗത്ത് മുറിയാക്കി. പിന്നെ പ്രതിൻ്റെ കത്തി നമ്മൾ തിരിച്ച് മേടിച്ചിട്ട് ഞാൻ പോവുമായിരുന്നു. അപ്പോൾ ഈ പ്രതി ഇനിയും വാഹനത്തിൽ ഇനി ആയുധങ്ങളുണ്ട്, എന്നെ ഇവിടുന്ന് തന്നെ തീർക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലേക്ക് നടന്ന് പോകുമ്പോൾ പ്രതി വാഹനം കൊണ്ട് എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഓവർ സ്പീഡിൽ വന്നു. അതിൽ ഞാൻ ചാടി മാറി. അപ്പോൾ പ്രതി എന്നോട് പറഞ്ഞു, എന്നെ ഞാൻ മയ്യത്തുമ്പോൾ വെള്ളം പൊതിച്ചിട്ടുള്ളൂ, ഞാൻ ഇവിടുന്ന് പോകാമെന്ന് ഗൾഫിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞു. ആദ്യം തന്നെ ഇവർ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം. എന്നെ കൊല്ലുമെന്ന് ഒരുപാട് ദിവസമായി അവർ പറയണത്. വധശ്രമത്തിൽ തലനാരിഴയ്ക്കാണ് ഇയാളുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. കുത്തേറ്റ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതിയായ അബ്ദുറഹ്മാൻ വീണ്ടും ഷഫീഖിനെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നും കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതക ശ്രമമാണിതെന്നും ഷഫീഖിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. ഇന്നലെ തെക്കേപ്പുറത്ത് നടന്ന ഒരു കൊലപാതക ശ്രമം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊരു പരിപാടി തന്നെയായിരുന്നു. 2024 നടന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിലേറെ ആയിട്ടുള്ള ഈ ഷഫീഖ് പറഞ്ഞ പയ്യന് അന്ന് അവരെ സംരക്ഷിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ഇവരെ കൂടെ പോയതിൻ്റെ ഒരു വൈരാഗ്യമാണ് ഇപ്പോൾ ഇന്നലെ ഒരു കൊലപാതക ശ്രമത്തിൽ അവസാനിച്ചിട്ടുള്ളത്. തികച്ചും ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. വണ്ടിയിൽ വന്ന പ്രതി ഇറങ്ങിയിട്ട് അവിടെ നിശബ്ദം ഇരിക്കുന്ന ഷഫീഖ് പറഞ്ഞ ഇരയെ പിടിച്ച് കുത്താൻ ശ്രമിക്കുകയും 2-3 പ്രാവശ്യം കുത്തിനിടയിൽ മറ്റ് സുഹൃത്തുക്കൾ വന്നിട്ട് പിടിച്ച് മാറ്റുകയും തുടർന്ന് ഈ ഷഫീഖ് പറഞ്ഞ ആൾ അവരെ വീട്ടിലേക്ക് ഓടുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാർ ഉപയോഗിച്ച് വീണ്ടും അയാളെ കാറ് കയറ്റി കൊല്ലാനുള്ള ശ്രമം കൂടി ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് വരുന്ന കൂട്ടുകാരൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും പുറകെ വന്നു എന്നാണ് നമുക്ക് നാട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ തുടർന്നാണ് പിന്നെ എന്നെ വിളിക്കുന്നത്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഷഫീഖ്. എന്നെ വിളിച്ചാണ് ഞാൻ പിന്നെ വീണ്ടും പാറൽ വരെ വന്ന് വണ്ടി എടുത്തിട്ട് ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയാം. മുൻവൈരാഗ്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊരു കാര്യമാണിത്. പ്ലാൻ ചെയ്തൊരു കാര്യം തന്നെയാണ്. ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ രീതിയിൽ ഇങ്ങനെ ആസൂത്രണം ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അതും കൂടി അന്വേഷിക്കണം. 2024 നടന്നൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടാണ് പിന്നെ ഈ ഷഫീഖ് പറഞ്ഞ പയ്യന് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള ആളുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. ഇങ്ങനെ വിഷയം നടന്നിട്ടുണ്ട് എന്നൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ വൈരാഗ്യം ആയിരിക്കണം, അല്ലാതെ പ്രത്യേകിച്ച് വൈരാഗ്യം ഷഫീഖിനോട് വരാൻ വേറെ ചാൻസുകളൊന്നുമില്ല. പ്രതിക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary.
sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.